ഹലോ. ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇതിപ്പോൾ ഇവിടെ നിന്ന് പ്രത്യക്ഷപ്പെട്ടെന്ന്. ഒന്നുമില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ വീഡിയോ എടുക്കാൻ വലിയ കണ്ടൻറ്റൊന്നും കിട്ടാത്തതുകൊണ്ട് ഞാൻ ഒന്നും ചെയ്യാണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പോൾ കുറച്ച് മാസമായിട്ട് എനിക്ക് എന്തായാലും ഈ ഓർക്കിഡ് ഭ്രാന്ത് കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിന് മുമ്പും ഓർക്കിഡ്സ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതത്ര സക്സസ്ഫുൾ ആയിരുന്നില്ല. ഞാൻ അതിന് പ്രോപ്പർ കെയറും സാധനങ്ങളൊന്നും കൊടുത്തിരുന്നില്ല, വളം സാധനങ്ങളൊന്നും കൊടുത്തിരുന്നില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഏതോ ചട്ടിയിലൊക്കെ വെച്ച് അതിൻ്റെ പാട്ടിന് 2 പ്രാവശ്യം പൂവൊക്കെ ഇട്ടു. പക്ഷേ അത് ശരിയല്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഫ്രണ്ട്സിനോടും ഒക്കെ ചോദിച്ച് അതിനെക്കുറിച്ച് പഠിച്ച് പിന്നെ കുറച്ചായിട്ട് വാങ്ങിച്ചു തുടങ്ങി. അങ്ങനെ വാങ്ങി ഇപ്പോൾ കുറച്ച് കളക്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇവിടെ കാണിക്കുന്നത് ഫെലനോപ്സിസ് മാത്രമാണ്. അപ്പോൾ അതിന് ഞാൻ കുറച്ച് വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതാണ് ഈ എന്താ പറയുക ഓർക്കിഡ് കലണ്ടർ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതാവുമ്പോൾ ഞാൻ ഈ ഫ്രിഡ്ജിൽ ഒട്ടിച്ച് വെച്ചിരിക്കുക. അപ്പോൾ എല്ലാ ദിവസവും അത് നോക്കിയിട്ട് നമുക്ക് ചെയ്യാമല്ലോ. അപ്പോൾ നമുക്ക് ഓരോ കുറച്ച് അതിനെക്കുറിച്ച് പറയാം. അത് കഴിഞ്ഞിട്ട് ഞാൻ അതിൻ്റെ വളങ്ങളും കാര്യങ്ങളും പറയാം. എന്നിട്ട് എൻ്റെ കയ്യിലത്തെ കളക്ഷൻസും കാര്യങ്ങളും കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇവിടെ ആദ്യം ഞാനിത് മരക്കട്ടേമിലാണ് കുറേ എണ്ണം വെച്ചിരിക്കുന്നത്. അത് ഞാൻ ഇവിടെ കാണിച്ചിട്ടില്ല. മരക്കട്ടേമിൽ വെച്ചത് കുഴപ്പമില്ല, പക്ഷേ ചട്ടിയിലിരിക്കണ അത്ര ഭംഗിയിൽ ഈ മരക്കട്ടേമിൽ ഇരിക്കണില്ല. അതിൻ്റെ ഇലകൾ ഇത്തിരി വാടുണ്ട്. പിന്നെ സ്പാഗ്നം മോസാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇപ്പം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ തണുപ്പുണ്ട്, ചൂടുമുണ്ട്, കാറ്റുമുണ്ട്, എല്ലാം ഉണ്ട്. അത് കാരണം ഈ സ്പാഗ്നം മോസ് നമ്മൾ കാലത്ത് ഞാൻ എണീറ്റ വഴിക്കാണ് ഞാൻ പോയിട്ട് ഇത് ചെയ്യാറ്, നനയ്ക്കൽ ചെയ്യാറ്. പിന്നെ നമ്മൾ 4 മണിയായിട്ട് വന്നിട്ട് നോക്കുമ്പോഴേക്കും ഇതിപ്പോൾ പപ്പടം പൊടിയണ പോലെ കിരികിരി ശബ്ദം കേൾക്കാം ഈ സ്പാഗ്നം മോസ്ന്ന്. അപ്പോൾ എനിക്ക് തോന്നുന്നു എനിക്ക് 2 നേരം നനയ്ക്കേണ്ടി വരും. അപ്പോൾ സ്പാഗ്നം മോസ് വെച്ചിട്ട് ചെയ്യണവർക്ക് ഇത് കെയർ ചെയ്യാൻ കുറച്ച് സമയം വേണം. ചട്ടിയിലാവുമ്പോൾ, അതായത് പ്ലാസ്റ്റിക് ചട്ടി ഞാൻ അത്ര പ്രിഫർ ചെയ്യണില്ല. മൺചട്ടി ആവുമ്പോൾ അതിൻ്റെ ഒരു തണുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെടികൾ നല്ല ഉഷാറിലിരിക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇനി പതുക്കെ ഈ മരക്കട്ടേമിലുള്ളതൊക്കെ ഞാൻ ചട്ടിയിലേക്ക് ആക്കിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. ഇവിടെ പിന്നെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. പിന്നെ ഞാൻ നാട്ടിൽ നിന്നാണ് കുറേ ചെടികൾ കൊണ്ടുവന്നത്. നാട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ചെടികൾക്ക് ഞാൻ പ്രശ്നം എനിക്ക് എന്താ പറ്റണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മരക്കട്ടേമിൽ കെട്ടിയത് കേട്ടോ. ഇവിടെ വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞാൽ അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ വാടി തൂങ്ങി ഇങ്ങനെ കിടക്കും. ഇതിപ്പോൾ എനിക്ക് മാത്രമുള്ള പ്രശ്നമാണോ അല്ലേന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് അങ്ങനെ വരുന്നുണ്ട്. എന്നാൽ ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു പ്ലാന്റ്. ഓക്കെ, ഈ ഒരു പ്ലാന്റ് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിച്ചത്. ഇതിൻ്റെ ഇലയ്ക്ക് ഒന്നും ഒരു കുഴപ്പമില്ല. ഇത് പറയുമ്പോൾ ഞാൻ സാധാരണ ഒരു ചട്ടിയിലാണ് വെച്ചിരിക്കണേ. അപ്പോൾ ഇത് എന്താ പറയുക, മറ്റേ മിനിയേച്ചർ വെറൈറ്റിയാണ്. അപ്പോൾ ഇതിലിങ്ങനെ നിറച്ചിങ്ങനെ പൂവുണ്ടാവും. അപ്പോൾ നാട്ടിലുള്ള സമയത്ത് ഇതിൽ നിറച്ച് പൂവുണ്ടായിരുന്നു. ഇപ്പോൾ കൊഴിഞ്ഞു തുടങ്ങി. ഇവിടുന്ന് വേറെ ഒരെണ്ണം വരുന്നുണ്ട്. അപ്പോൾ അതുമ്പോൾ നന്നായിട്ടുണ്ടാവുമായിരിക്കും. അപ്പോൾ ഇതും ഇതിൻ്റെ കൂടെ ഞാൻ ഒരു വൈറ്റും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അയ്യോ അതവിടെ പോയി. ഓക്കെ, അതിവിടെയാണ്. അപ്പോൾ ഇതും അതിൻ്റെ കൂടെ വാങ്ങിച്ചതാണ്. അതിന് പക്ഷെ പുതിയ സ്പൈക്കൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ ഇലയ്ക്കൊന്നും കണ്ടോ ഒരു പ്രശ്നവുമില്ല. പക്ഷെ ഞാൻ മരക്കട്ടേമിൽ വെച്ച ചെടിയാണെങ്കിൽ അതിന് ഈ പറഞ്ഞ പോലെ ചെറിയ വാട്ടം തട്ടുന്നുണ്ട്. എന്നാൽ അതിൻ്റെ മുകളിലത്തെ ഇലകൾക്ക് വലിയ കുഴപ്പമില്ല. അത് മാത്രമല്ല, ഈ കൊണ്ടുവന്ന ചെടികൾ എനിക്കൊരു 450 റുപ്പീസിന് നാട്ടിൽ നിന്ന് പൂവില്ലാത്തത് കൊണ്ടും ടാഗ് ഇല്ലാത്തത് കൊണ്ടും 450 റുപ്പീസിന് നല്ല മെച്യൂർ പ്ലാന്റ് കിട്ടി. അങ്ങനെ ആരെങ്കിലും കിട്ടുകയാണെങ്കിൽ വിട്ട് കളയണ്ട, വാങ്ങിച്ചിട്ട് വെച്ചോളൂ. അതിപ്പോൾ ഒരേ കളറാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. പൂവുണ്ടായി നിൽക്കുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചു കൊണ്ടുവന്ന് വെച്ചതിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. പക്ഷേ ഒരു പ്ലാന്റുമ്മ മിനിമം 3 സ്പൈക്ക് ഉണ്ട്, ഒരെണ്ണത്തുമ്മ 8 എണ്ണമുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ് എന്നൊന്നും എനിക്കറിയില്ല. ഇതിന് മുന്നേ ഞാൻ ചെയ്തിട്ട് അങ്ങനെയൊന്നും വന്നിട്ടില്ല. പക്ഷെ അങ്ങനെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ചെടി വാങ്ങാറ് ഇൻഡോ അമേരിക്കൻ
ഹൈബ്രിഡ് സീഡ്സ് എന്ന് പറഞ്ഞിട്ടൊരു നഴ്സറി ഉണ്ട്. അവിടെ നിന്നാണ് എൻ്റെ പരമാവധി ഇപ്പോൾ ഫെലനോപ്സിസുകൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഇവിടെ ഞങ്ങൾ ലാൽബാഗിൽ പോയി, ഇവിടെ ഫ്ലവർ ഷോ നടക്കല്ലേ, അപ്പോൾ അവിടെ പോയപ്പോഴും ഞാൻ 2 വാങ്ങിച്ചു. ഒരു ഫെലനോപ്സിസും ഒരു ഡെൻഡ്രോബിയും വാങ്ങിച്ചു. അപ്പോൾ അവിടുത്തെ ചെടികളും ഈ പറഞ്ഞ പോലെ അവിടുന്ന് വാങ്ങിച്ചതാണ്. ഇതിനുണ്ടോ ഇപ്പോൾ 2 സ്പൈക്ക് ഉണ്ട്. ഈ ചട്ടിയും അവിടുന്ന് കിട്ടുന്നതാണ് കേട്ടോ. ഈ ചട്ടിക്ക് ഇവിടെ 200 ആണ്. നമ്മളെ നാട്ടിൽ അത്രയൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇത് അവിടുന്ന് അങ്ങനെ വാങ്ങിച്ചതാണ്. അവിടുന്ന് വാങ്ങിച്ച ചെടികൾക്ക് ഒരു പ്രത്യേക കരുത്തും അതിൻ്റെ ഫ്ലവർ സൈസും ഒക്കെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഈ വൈറ്റ് ഇതൊക്കെ ഞാൻ ഇതിന് മുന്നേ ഒരു ദിവസം പോയിട്ട് വാങ്ങിച്ചതാണ്. ഈ പിങ്ക് അതുപോലെ കുറേ ഉണ്ട്. ഞാൻ അവസാനം ഓരോന്ന് കാണിച്ചു തരാം. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കുറച്ച് വളപ്രയോഗങ്ങളും കാര്യങ്ങളും നോക്കാം. ഞാനിവിടെ എന്നും നനയ്ക്കും. എന്നും നനയ്ക്കാന്ന് പറഞ്ഞാൽ വെള്ളം മുക്കി ഒഴിക്കുകയല്ല, ഞാൻ സ്പ്രേയർ യൂസ് ചെയ്തിട്ട് നനയ്ക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഇത് നനച്ച് അതിൻ്റെ കൂമ്പിൽ വെള്ളമായാലും ഞാനിങ്ങനെ ഊതിക്കളയും, അല്ലെങ്കിൽ വല്ല ബഡ്സോ എന്തെങ്കിലും സാധനം വെച്ചിട്ട് പതുക്കെ അതിങ്ങനെ എടുക്കും. കാരണം ഇതിന് മുമ്പ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന 2 വൈറ്റ് ഇതുപോലെ കേടായി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇത്തിരി ശ്രദ്ധിച്ചു അതെന്തുകൊണ്ടാണ് അടിയിൽ നിന്ന് കേട് വരുന്നത് അറിയണില്ല. 2 അല്ല കേട്ടോ, 4 പോയി എൻ്റെ കയ്യിൽ നിന്ന്. അത് കാരണം എനിക്കിത്തിരി പേടിയുണ്ട്. ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടുമ്പോഴും ഞാൻ ഇങ്ങനെ ആലോചിക്കും, ഈശ്വര വേണോ അത് പോവോ അങ്ങനെയൊക്കെ. പക്ഷെ പരീക്ഷിച്ച് നോക്കിയാലല്ലേ അറിയുള്ളൂ. അത് കാരണം അതങ്ങനെ വിട്ടു. ഇടയ്ക്ക് ഇത് പറയാൻ വിട്ടുപോയി, ഇടയ്ക്ക് ഇതൊന്ന് തുടച്ച് കൊടുക്കും, ഇലകളൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കും. പിന്നെ അധികം കെയറും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യാറില്ല. പരമാവധി ഈ പൂവിൻ്റെ മുകളിലേക്ക് വെള്ളമാവാണ്ട് നോക്കും. അപ്പോൾ ഒരു കുറേ കാലം നിൽക്കും. ഈ അടുത്തല്ല, ഏറ്റവും ഫസ്റ്റ് ഞാൻ വാങ്ങിച്ചൊരു ഫെലനോപ്സിസ് ഉണ്ട്. അയ്യോ, അത് ഞാൻ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടില്ല, അവസാനം കാണിച്ചു തരാം. അപ്പോൾ അത് കൊണ്ടുവന്ന സമയത്ത് അതുമ്മേൽ ഫ്ലവർ ഉണ്ടായിരുന്നു. ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ അതിൻ്റെ മുന്നത്തെ പ്രാവശ്യത്തെ എന്തോ ഫ്ലവർ ഷോന് പോയപ്പോൾ വാങ്ങിച്ചതാണ്. അത് കൊണ്ടുവന്ന് വെച്ചിട്ട് അതിലത്തെ പൂവ് 2 മാസം മുമ്പാണ് പോയത്. അപ്പോൾ അതിൻ്റെ സ്പൈക്ക് യെല്ലോ ആയപ്പോൾ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. ഇപ്പോൾ നോക്കുമ്പോൾ അതിൽ ഓൾറെഡി 2 സ്പൈക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എൻ്റെ വളപ്രയോഗവും കാര്യങ്ങളും വലിയ കുഴപ്പമില്ലാണ്ട് ഫലിക്കുന്നുണ്ടെന്ന് മനസ്സിലായി. ഇത് ഫുള്ളല്ല, ഇത് എൻ്റെ അല്ല. ഞാനിങ്ങനെ ഓരോ വീഡിയോയിൽ കണ്ടിട്ട് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കിയിട്ട് അതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഓർക്കിഡ് കലണ്ടർ എന്ന് പറഞ്ഞിട്ടുള്ള വേർഡ് തന്നെ എനിക്കൊരു വീഡിയോ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ ഞാനത് എനിക്ക് തെറ്റാണ്ടിരിക്കാനും വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇങ്ങനെ പ്രിൻ്റ് ചെയ്തിട്ട് ഇവിടെ വെച്ചിരിക്കുക. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ നേരെ ഇത് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഡേ ചെയ്യും, എന്നിട്ട് 5th ഡേ ചെയ്യും. ഫസ്റ്റ് ഡേ 5th ഡേ, അങ്ങനെ 10th ഡേ 15th ഡേ 20th ഡേ. 5 ദിവസം കഴിയായിരിക്കില്ല. 1ാമത്തെ ദിവസം ചെയ്യും, 1 2 3 4 5, ഈ 5ാമത്തെ ദിവസം ചെയ്യും. ഇടയിലും 3 ദിവസത്തെ ഗ്യാപ്പ്, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പോൾ അങ്ങനെയാണ് ഇത് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ യൂസ് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് വെച്ചാൽ 30 10 10 ഉപയോഗിക്കും, 13 27 27 ഉപയോഗിക്കും, 20 20 20 ഉപയോഗിക്കും. അത് 19 19 19 ആയാലും കുഴപ്പമില്ല. എൻ്റെ ബാക്കി ചെടികൾക്ക് ഞാൻ ഇതാ യൂസ് ചെയ്യണേ. അതുകൊണ്ട് ഞാൻ ഇതന്നെ ഓർക്കിഡ്സിനും യൂസ് ചെയ്യണമെന്നുള്ളൂ. പിന്നെ പൊട്ടാസ്യം സൾഫേറ്റ് യൂസ് ചെയ്യും, കാൽഷ്യം നൈട്രേറ്റ് യൂസ് ചെയ്യും, എപ്സം സോൾട്ട് യൂസ് ചെയ്യും, മൈക്രോ ന്യൂട്രിയൻസ് യൂസ് ചെയ്യും. ഇങ്ങനെ 7 സാധനമാണ് ഞാൻ യൂസ് ചെയ്യണേ. ഫുള്ള് ഇങ്ങനത്തെ ഫെർട്ടിലൈസറാണ് കേട്ടോ. എനിക്കിവിടെ ഓർഗാനിക് യൂസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫ്ലാറ്റിലായതുകൊണ്ട് ഇതിന് വല്ല സ്മെല്ലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളവർക്ക് ബുദ്ധിമുട്ടാവും. പിന്നെ ഇത് കലക്കി വെക്കാനും അതിനുള്ള സ്ഥലവും, പിന്നെ നാട്ടിലാവുമ്പോൾ പച്ചയിലയും ചാണകവും ഒക്കെ നമുക്ക് കിട്ടും. അതിങ്ങനെയൊക്കെ കലക്കി ഏതെങ്കിലും പറമ്പിൻ്റെ മൂക്കിൽ കൊണ്ടുവച്ച് പിന്നെ അത് ഡൈല്യൂട്ട് ചെയ്ത് ചെടിക്ക് ഒഴിക്കുമ്പോൾ അത്ര ബുദ്ധിമുട്ടില്ല. ഇവിടെ ഈ ഇട്ടാവട്ടത്ത് നമുക്ക് അത് പ്രാക്ടിക്കലി പോസിബിൾ അല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും യൂസ് ചെയ്യുന്നില്ല. ഈ വളങ്ങളാണ്, ഈ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സാണ് ഞാൻ യൂസ് ചെയ്യണത്. അപ്പോൾ ആദ്യത്തെ ദിവസം ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 10 10 മൈക്രോ ന്യൂട്രിയൻറ്റും യൂസ് ചെയ്യും. അപ്പോൾ അതിൽ ഈ 30 10 10 2 ഗ്രാമും മൈക്രോ ന്യൂട്രിയൻ്റ് 1 ഗ്രാമുമാണ് യൂസ് ചെയ്യണത്. ഇത് ഞാൻ കാണിക്കാം.
അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ 30-10-10 മൈക്രോ ന്യൂട്രിയൻറ്റും ആണെങ്കിൽ 2 ഗ്രാം 30-10-10 1 ഗ്രാം മൈക്രോ ന്യൂട്രിയൻറ്റും ആണ് യൂസ് ചെയ്യണത്. 5-ാമത്തെ ദിവസം 13-27-27 പൊട്ടാസ്യം സൾഫേറ്റും ആണ് യൂസ് ചെയ്യുക. അതിൽ 13-27-27 2 ഗ്രാമും മറ്റേത് 0.5 ഗ്രാമുമാണ് യൂസ് ചെയ്യുക. ഇതെല്ലാം ഞാൻ 1 ലിറ്റർ വെള്ളത്തിലത്തെ അളവാണ് പറയണത്. എല്ലാം 1 ലിറ്റർ വെള്ളത്തിലത്തെ. അപ്പം നമ്മൾ എടുക്കുന്നതിനനുസരിച്ച് അതിൻ്റെ അളവ് കൂട്ടുക. 10-ാമത്തെ ദിവസം 20-20-20 പൊട്ടാസ്യം സൾഫേറ്റും യൂസ് ചെയ്യും. അത് അഗൈൻ 2 ഗ്രാം പ്ലസ് 0.5 ഗ്രാമാണ് യൂസ് ചെയ്യണത്. 15th ഡേ കാൽഷ്യം നൈട്രേറ്റും എപ്സം സോൾട്ടും യൂസ് ചെയ്യും. അത് കാൽഷ്യം നൈട്രേറ്റ് 1 ഗ്രാമും മറ്റേത് 0.5 ഗ്രാമും. എന്നിട്ട് ഇത് വീണ്ടും യൂസ് ചെയ്യും. 20-ാമത്തെ ദിവസത്തിൽ പ്ലെയിൻ വാട്ടർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ ഞാൻ വീണ്ടും ഈ ഡേ 1 വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യാണ് ചെയ്യാറ്. കാരണം ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ ഞാൻ നോർമൽ പ്ലെയിൻ വാട്ടർ കൊടുക്കുന്നുണ്ടല്ലോ. അത് കാരണം അങ്ങനെ നോക്കാറില്ല. വീണ്ടും ഞാൻ ഡേ 1 തുടങ്ങിയിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത് കറക്റ്റ് ആവണം എന്ന് ബാക്കിയുള്ളവർക്ക് ഇത് വർക്കാവണം എന്ന് ഒരു നിർബന്ധമില്ല. ഇത് കാരണം ഇപ്പോൾ ഈ മൈക്രോ ന്യൂട്രിയൻറ്റിൽ തന്നെ മഗ്നീഷ്യം ഉണ്ട്, സിങ്ക് ഉണ്ട്. ഇത് സെപ്പറേറ്റ് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഞാൻ ഈ മൈക്രോ ന്യൂട്രിയൻറ്റ് ചൂസ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അതിലെല്ലാ സാധനങ്ങളും ഉണ്ട്. സെപ്പറേറ്റ് ഞാൻ കൊടുക്കുന്നത് പൊട്ടാസ്യം സൾഫേറ്റും കാൽഷ്യം നൈട്രേറ്റും എപ്സം സോൾട്ടുമാണ്. ബാക്കി ഏകദേശം എല്ലാ സാധനങ്ങളും മൈക്രോ ന്യൂട്രിയൻറ്റിലുണ്ട്. ബോറോൺ അങ്ങനത്തെ സാധനങ്ങൾ മുഴുവൻ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയാണ് കൊടുക്കണം. ഇത് നോക്കി കൊടുത്തിട്ട് ഇതുവരെ ചെടികൾക്ക് യാതൊരു പ്രശ്നവും വന്നിട്ടില്ല. ഗ്രോത്തും ഉണ്ട്, ഫ്ലവറിങ്ങും ഉണ്ട്. ഡെൻഡ്രോബിയത്തിലായാലും ഫെലനോപ്സിസിലായാലും നല്ല വ്യത്യാസം കാണാനുണ്ട്. അപ്പോൾ ഇത് ഫോളോ ചെയ്യണവർക്ക് ഇത് ഫോളോ ചെയ്യാം. അതല്ല സെപ്പറേറ്റ് കൊടുക്കണവർക്ക് അങ്ങനെയും കൊടുക്കാം. എനിക്കിത് എളുപ്പമായതുകൊണ്ടാണ് ഞാനിത് രണ്ടും മിക്സ് ചെയ്തിട്ടും ഒക്കെ ചെയ്യണത്. പിന്നെ ഞാൻ എപ്പോഴും ഫംഗിസൈഡൊന്നും കൊടുക്കാറില്ല. വല്ലപ്പോഴും ഫംഗിസൈഡ് കൊടുക്കും. ഇപ്പം ഞാനിതിങ്ങനെ പറയണം 5 ദിവസം കഴിയുമ്പോൾ ഫംഗിസൈഡ്. പിന്നെ ഈ 5 ദിവസം വരാൻ സമയം ഉണ്ടാവില്ല. ഞാൻ തന്നെ ചില വീഡിയോകൾ കാണുമ്പോൾ ഇവരിതൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഒരു 5 ദിവസം കൂടുമ്പോൾ ഫംഗിസൈഡ് കൊടുക്കുക, പിന്നെ ഒരു 5 ദിവസം കൂടുമ്പോൾ അയൺ കൊടുക്കുക, പിന്നെ ഒരു 5 ദിവസം കൂടുമ്പോൾ ഇത് കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ഇതാവുമ്പോൾ ഇതൊരു ഓർഡറിൽ പോകുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ ഞാൻ നോക്കും, അതായത് എന്തെങ്കിലും കേടുണ്ടോ എന്നുള്ളതൊക്കെ നോക്കും. ഇപ്പോൾ ഒരെണ്ണം തന്നെ ഇപ്പോൾ കേടായിട്ട് നിൽക്കുന്നുണ്ട്, പക്ഷെ ഓൾറെഡി അതിന് നല്ല ഹെൽത്തി റൂട്ട്സ് വന്നിട്ടുണ്ട്. ഇതിലെല്ലാം മരക്കട്ടയിൽ. അത് കാരണം ഞാനത് അങ്ങനെ ഇട്ടു. എന്താ ഉണ്ടാവുക നോക്കാമല്ലോ, നമുക്ക് അങ്ങനെയല്ലേ മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ഓർക്കിഡ് കലണ്ടർ. ഇത് ആവശ്യമുള്ളവർക്ക് എന്നെ ഇൻസ്റ്റഗ്രാമിലോ വാട്സാപ്പിലോ കോൺടാക്ട് ചെയ്ത് ഇതിൻ്റെ ഫോട്ടോ ഞാൻ അയച്ചു തരാം. അല്ലെങ്കിൽ ഇതൊന്ന് സ്ക്രീൻഷോട്ട് എടുത്താലും മതി. ഞാൻ വീണ്ടും പറയുന്നു, ഇത് ചെയ്തിട്ട് ശരിയാവണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ ആയിരിക്കും പൂക്കൾ ഇങ്ങനെ നിൽക്കണേ. കാരണം ഇവിടെ നല്ല തണുപ്പാണ്. തണുപ്പെന്ന് വെച്ചാൽ നാട്ടിലത്തെ അതുപോലത്തെ ചൂടും കാര്യങ്ങളൊന്നുമില്ല. ഇവർക്ക് ആവശ്യത്തിനുള്ള ലൈറ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. കാരണം ഡെൻഡ്രോബിയം പോലെയല്ലല്ലോ ഫെലനോപ്സിസിന് ഒരു ഫിൽറ്റേർഡ് ലൈറ്റ് മതി എന്നാണ് എനിക്ക് മനസ്സിലാക്കിയേക്കണത്. അതായത് ഡെൻഡ്രോബിയൊക്കെ ഞാൻ ഗ്രില്ലിൻ്റെ മുകളിലും ഫെലനോപ്സിസൊക്കെ ഇത്തിരി ഉള്ളിലുമാണ് വെച്ചിരിക്കുന്നത്. ഇത് കുറേ പേര് ഇൻഡോറായിട്ടും യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ഇൻഡോറായിട്ടും ഇത് ഇരിക്കും എന്നുള്ളത്. അതിനെനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇൻഡയറക്റ്റ് ലൈറ്റ് ഇതിന് കിട്ടേണ്ടി വരും. അതല്ലാണ്ട് ഫുൾ ടൈം ഇത് ഇൻഡോർ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നണില്ല ഇത് വർക്കാവുന്നു. അത് കുറച്ച് ഭംഗിക്ക് ഇപ്പോൾ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ എടുത്ത് ഉള്ളിൽ വയ്ക്കാം എന്നല്ലാണ്ട് ഞാനത് ഫുള്ളി ഇൻഡോർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നില്ല. ഇത് വീണ്ടും എൻ്റെ അഭിപ്രായമാണ്. ഓക്കെ. പിന്നെ ഞാൻ നോക്കാറുള്ളത് ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പം ഈ ചെടിയിൽ ഈ പൂക്കളൊക്കെ ഹെൽത്തിയാണ്, ഈ പൂ മാത്രം ഹെൽത്തി അല്ല. അപ്പോൾ അങ്ങനെ വരുന്നത് ഞാനിങ്ങനെ പൊട്ടിച്ച് കളയും. അതേപോലെ വേറെ ഒരെണ്ണത്തിലും കൂടി ഉണ്ട്. അപ്പോൾ അങ്ങനെ നിൽക്കണ വാടിയ പൂക്കളൊക്കെ ഞാൻ പൊട്ടിച്ച് കളയാറുണ്ട്. ഇതും എനിക്കറിയേണ്ടിയിരുന്നതല്ല, എൻ്റെ ഫ്രണ്ട് പറഞ്ഞു തന്നതാണ് ഇതങ്ങനെ ചെയ്യണം, അതാണ് നല്ലത് ചെടിക്ക് എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെ വാട്ടം തോന്നുകയാണെങ്കിൽ ഇത് നമ്മൾ പറിച്ച് കളയണം.
പിന്നെ ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ലൈറ്റ് പറഞ്ഞു, വളം പറഞ്ഞു, വെള്ളം പറഞ്ഞു. പിന്നെ ഇത് പോട്ട് ചെയ്തത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇതിപ്പോൾ ഇൻഡോ അമേരിക്കയിൽ നിന്ന് ഇത് കൊണ്ടുവന്ന സമയത്ത് ഞാനത് ചട്ടിയിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ സ്പാഗ്നം മോസ് ഉണ്ട്, അതിൻ്റെ മെയിൻ റൂട്ടിൽ. അത് ഞാൻ ഇളക്കാൻ നിന്നില്ല, നോക്കി എന്തെങ്കിലും കേടോ കാര്യങ്ങളോ ഉണ്ടോ എന്നുള്ളത് നോക്കി, ഇളക്കാനൊന്നും നിന്നില്ല. എന്നിട്ട് നമ്മുടെ കയ്യിൽ ചകിരിയും സാധനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു, അത് വെച്ച് ജസ്റ്റ് അത് പോട്ട് ചെയ്തു. പിന്നെ ഇത് നല്ല ടൈറ്റായിട്ടൊന്നും ചെയ്യരുത്. ടൈറ്റായി ചെയ്ത് കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകണതോ അല്ലെങ്കിൽ അതിൻ്റെ റൂട്ട്സിന് പോകാനോ ഒന്നും സ്ഥലം കിട്ടാത്തതുകൊണ്ട് അങ്ങനെ ടൈറ്റായിട്ട് ഒരിക്കലും ഫെലനോപ്സിസ് പാക്ക് ചെയ്യരുത്. ഡെൻഡ്രോബിയം പിന്നെ നമ്മൾ ടൈറ്റായിട്ടാണല്ലോ പാക്ക് ചെയ്യുക, എന്നാലാണ് അത് പൂക്കൾ ഉണ്ടാവുള്ളൂ എന്ന് എനിക്ക് അടുത്താണ് മനസ്സിലായത്. അപ്പോൾ അങ്ങനെ. അപ്പോൾ ഇതിപ്പോൾ ചില പ്ലാന്റ്സിൽ ഈ സ്പാഗ്നമോസ് ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സ്പാഗ്നമോസ് അതിൽ വെച്ചിട്ട് ബാക്കി സൈഡ് ചകിരിയും കരിയും കൂടിയിട്ട് വെക്കും. അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി പോവില്ല. അതിനാവശ്യത്തിനുള്ള വെള്ളം ആ സ്പാഗ്നമോസിൽ ഉണ്ടാവും. ചിലർ കരി മാത്രം യൂസ് ചെയ്യണവരുണ്ട്, ചിലർ ചകിരി മാത്രം യൂസ് ചെയ്യണവരുണ്ട്. ഞാനിത് മിക്സ് ചെയ്താണ് ചെയ്യണേ, കാരണം എൻ്റെ കയ്യിൽ മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്, അതുകൊണ്ട് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് ചെയ്യണേ. ചിലർ പറയുന്നുണ്ട് ചകിരിയിലാണെങ്കിൽ പെട്ടെന്ന് ഗ്രോത്ത് ഉണ്ടാവും, കരിയിലാണെങ്കിൽ അത്ര ഗ്രോത്ത് ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ചിലവർ ഇത് ഒറ്റയ്ക്ക് ചെയ്യുന്നുണ്ട്, ചിലവർ എന്നെ പോലെ മിക്സ് ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കുക. ഞാൻ ഈ അടുത്ത് ആണ്, അതൊരു പഴയ വീഡിയോ ആണ്, അടുത്തൊരു വീഡിയോ കണ്ടിരുന്നു ഗ്രേവലിൽ ഇത് ചെയ്യണത്. അപ്പോൾ നമുക്കിത് എവിടെ വേണമെങ്കിൽ ഉണ്ടാക്കാം. പിന്നെ എൻ്റെ കുറേ എണ്ണം മരക്കട്ടേമിലാണ്, അത് ഞാൻ സെപ്പറേറ്റ് കാണിക്കാം. അതൊന്ന് പൂവിടട്ടെ എന്ന് വിചാരിച്ചിട്ട്. എല്ലാത്തിനും സ്പൈക്കാണ്. പിന്നെ ഇപ്പോൾ ചെടി കാണാൻ യാതൊരു ഭംഗിയില്ല. അപ്പോൾ പൂവുണ്ടായാൽ അറ്റ്ലീസ്റ്റ് ഒരു ഭംഗി ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അതവിടെ വെച്ചിരിക്കുകയാണ്. കാരണം അതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ഡ്രൂപ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക, തളർന്ന് ഇങ്ങനെ വാടി കുഴഞ്ഞ് നിൽക്കുകയാണ്. അപ്പോൾ അത് കാണുമ്പോൾ ഒരു ഭംഗിയില്ല. എന്നാൽ ക്രൗൺ പാർട്ടിലത്തെ ഇലയ്ക്ക് കുഴപ്പമില്ല. പക്ഷേ എല്ലാ ചെടിയുമില്ല ഈ പറഞ്ഞ പോലെ മിനിമം 3 സ്പൈക്സ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫെലനോപ്സിസിൻ്റെ കാര്യങ്ങൾ. ഇനി ഞാൻ ഇത് ഓരോന്നായിട്ട് കാണിക്കാം. അപ്പോൾ ഫസ്റ്റ് ഈ ഫ്ലവറാണ്, അത് കാണുന്നുണ്ടോ? ഇത് എന്നോട് കുറേ പേര് ഇത് എവിടെ നിന്നാണ് കിട്ടിയതെന്ന് ചോദിച്ചു. ഇത് കിട്ടിയത് ഞാൻ പറഞ്ഞില്ലേ, ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഇതിലത്തെ 2 ചെറിയ പൂക്കളുടെ ഒഴിച്ച് ബാക്കിയെല്ലാം ഇൻഡോ അമേരിക്കൻ ഹൈബ്രിഡ് സീഡ്സ് എന്നാണ് കിട്ടിയത്. ഇതിൻ്റെ കളറ് ദേ ഒരു ലൈറ്റ് കളറാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇതുമിൽ വേറെ ചെറിയ നെർവ്സ് ഉണ്ട് അതിൻ്റെ. അപ്പോൾ ഇതിപ്പോൾ വാങ്ങിച്ചിട്ട് ഇപ്പം എന്നാ വാങ്ങിയത്, നവംബറിലാണ് വാങ്ങിയത്. നവംബർ, ഡിസംബർ, ജനുവരി, അപ്പോൾ 3 മാസമായില്ലേ. ഞാൻ കൊണ്ടുവരുമ്പോഴേ ഇതുമിൽ ഫ്ലവർ ഉണ്ട് കേട്ടോ. ഞാൻ ഫ്ലവർ ഉള്ളതേ പരമാവധി വാങ്ങാറുള്ളൂ. കാരണം ചെറുത് വാങ്ങിച്ചിട്ട് വളർത്തിയെടുക്കാൻ എനിക്ക് ഇത്തിരി ക്ഷമ കുറവായതുകൊണ്ട് ഞാൻ അത് വാങ്ങാറുള്ളൂ. അപ്പോൾ ഇത് ഒരെണ്ണം. ഇത് പിന്നെ ഇന്നലെ വാങ്ങിച്ചതാണ്. ആരെങ്കിലും ബാംഗ്ലൂർ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാൽബാഗിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഇൻഡോ അമേരിക്കൻ്റെ സ്റ്റോളുണ്ട്. അവിടെ ഇത് ഇഷ്ടം പോലെ ഉണ്ട്. ആർക്കെങ്കിലും വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് വാങ്ങിക്കാം. പിന്നെ പോരാത്തതിന് നമ്മുടെ ഫ്ലവർ ഷോ നടക്കുകയാണ്, നല്ല ഭംഗിയാണ് ഇപ്രാവശ്യത്തെ കാണാൻ. പ്രത്യേകിച്ച് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു നേച്ചർ തീംഡാണ്. അപ്പോൾ തീമിലാണ് അത് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് അതിന് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അപ്പോൾ ഇത് രണ്ടാമത്തെ. പിന്നെ ആ വൈറ്റും ചെറിയ പൂവും ഞാൻ നേരത്തെ കാണിച്ചില്ലേ. പിന്നെ ഒരെണ്ണമുള്ളത് ഈ വൈറ്റാണ്. ഇത് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ഉള്ളിലൊരു പർപ്പിൾ, അവിടെയും ഇവിടെയൊക്കെ സ്പോട്ടായിട്ടുള്ള ഒരു പൂവ്. ഇത് വലിയ സ്പൈക്കാണ്, ഞാൻ കാണിക്കാം. വലിയ കൊലയാണ്, ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഇതിങ്ങനെ പ്രത്യേകിച്ച് ഫെലനോപ്സിസ് പൂവിട്ടാൽ നല്ല ഭംഗിയല്ലേ. പിന്നെ ഇത് നമ്മൾ കണ്ടു, വൈറ്റ് നമ്മൾ കണ്ടതാണ്. പിന്നെയുള്ളൊരു വൈറ്റ് ഇതാണ്. ഇത് വൈറ്റ് ഉള്ളിൽ ചെറിയൊരു, അതിൻ്റെ ലിപ്പ് ചെറിയൊരു പിങ്ക് കളറിൽ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചെടി കണ്ടോ, നല്ല ഹെൽത്തി ചെടിയാണ്.
ഇത് ഞാൻ വാങ്ങുമ്പോഴും ഇങ്ങനെയാണ്. ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാൻ നനച്ചിട്ടും വളം ചെയ്തിട്ടൊന്നും ഇതിന് പ്രശ്നം പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ ഒരു കാര്യം ശ്രദ്ധിക്കാറുള്ളത് എന്താണെന്ന് വെച്ചാൽ, കൊണ്ടുവന്ന് ചട്ടിയിൽ മാറ്റിയിട്ട് ഞാൻ ഉടനെ അതിന് വളം ചെയ്യാറില്ല. ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 2 to 4 വീക്സ് വെയിറ്റ് ചെയ്യും. അതിനെന്തെങ്കിലും ഒരു റൂട്ട് ഗ്രീനാവേ അങ്ങനെ, അല്ലെങ്കിൽ പുതിയ റൂട്ട് വരെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വെയിറ്റ് ചെയ്തിട്ടാണ് ഞാൻ വളം കൊടുക്കാറ്. അതല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പേടി, എങ്ങാനും നമ്മുടെ വീട്ടിൽ വന്നത് അഡാപ്റ്റ് ആയിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പോവാനും സാധ്യത കൂടുതലല്ലേ. അങ്ങനെ അപ്പോൾ ഇതാണ്, ഇത് വേറെ ഒരെണ്ണം. ഇതും കുറേ പേര് ചോദിച്ചു ഇത് എവിടെ നിന്നാണ്. ഇതൊക്കെ അവിടെ നിന്നാണ്. ബാംഗ്ലൂർ വരുന്നവർക്ക്, കാറ് കൊണ്ട് വരുന്നവർക്ക് ഈ ഇൻഡോ അമേരിക്കനിൽ പോയി കഴിഞ്ഞാൽ ഇഷ്ടംപോലെ വാങ്ങിച്ചിട്ട് പോവാം. പക്ഷെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊന്നും ടാഗില്ല, അവർക്ക് ഇതിൻ്റെ ഒന്നും ടാഗില്ല. അതുകൊണ്ടുള്ളൊരു പ്രശ്നമുണ്ട്. പിന്നെ പിന്നെയുള്ളത് ഇതാണ്. ഇത് പൊന്തിക്കാനൊന്നും വയ്യ, നല്ല വെയിറ്റാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു പ്ലാന്റ്. പിന്നെ ഒരെണ്ണമുള്ളത് അപ്പുറത്തിരിക്കുകയാണ്. അതിന് ഞാൻ പറഞ്ഞില്ലേ, ഈ സ്പൈക്കൊക്കെ വന്നിട്ടുണ്ട് 2 എണ്ണം. അതും ഇതുപോലത്തെ ചട്ടിയിലാണ് ഇരിക്കാറ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഓർക്കിഡ്സിൻ്റെ വിശേഷം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ അടിയിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇതിലും ഞാൻ പറഞ്ഞില്ലേ, വീണ്ടും പറയാണ്, തെറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് നമ്മൾ ചെയ്തേ പഠിക്കുള്ളൂ. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് എനിക്ക് ഓർക്കിഡിനെ കുറിച്ച് അറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ. ഇത് ഫുള്ള് എൻ്റെ അല്ല, കുറേ പേര് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കുറേ പേര് ഇതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടും കുറേ തെറ്റ് ചെയ്ത് കുറേ ചെടി കളഞ്ഞിട്ടുണ്ട്. എന്നിട്ടൊക്കെയാണ് ഇതുവരെയൊക്കെ എത്തിയിരിക്കുന്നത്. ഇപ്പം ഇതേ സാധനമാണ് എൻ്റെ വീട്ടിലും ഒക്കെ. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയാണെങ്കിലും ഒക്കെ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണേ. അമ്മ ചെറുതായിട്ട് ഈ മൈക്രോ ന്യൂട്രിയൻറ്റിന് പകരം ബോറോണും സാധനങ്ങളൊക്കെ സെപ്പറേറ്റ് വാങ്ങിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിലേക്ക് ഞാൻ ഇത് അയച്ചു കൊടുത്തിരിക്കണേ. എൻ്റെ വേറെ 1-2 ഫ്രണ്ട്സിനും ഞാൻ ഇത് അയച്ചു കൊടുത്തിരിക്കണേ. അവരൊക്കെ ഇതാ ഫോളോ ചെയ്യണേ. അവർക്കൊന്നും ഇതുവരെ വേറെ കുഴപ്പമൊന്നും വന്നിട്ടില്ല. ചെടിയൊക്കെ ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തന്നെ നല്ല വ്യത്യാസം വന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ വീഡിയോ ചെയ്തത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.